ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണ് സ്കിൻ ബ്രൈറ്റനിങ് അല്ലെങ്കിൽ എന്താണ് സ്കിൻ കെയർ, ഇതിന് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് പറഞ്ഞുതരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് സ്കിൻ കെയർ, നമുക്ക് ആദ്യം അതിലോട്ട് നോക്കാം. ആക്ച്വലി സ്കിൻ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ശരിക്കും സ്കിന്നെ വെളുപ്പിക്കാനാണോ ചെയ്യുന്നത്? ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലും ഉണ്ടാവാം അല്ലേ. അപ്പോൾ സ്കിൻ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്ന് നന്നായിട്ട് നമ്മുടെ ഉള്ള നിറം മെയിൻറ്റെയിൻ ചെയ്ത് സ്കിന്ന് നല്ല ഗ്ലോയിൽ നല്ല അടിപൊളിയായിട്ട് വെക്കാൻ വേണ്ടിയാണ്, നമ്മൾ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് സ്കിൻ കെയർ ചെയ്യുന്നത്. അതിന് പ്രോസസ്സ് ഉണ്ട്, CTM പ്രോസസ്സ് എന്ന് പറയും. CTM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലെൻസിങ്, ടോണിങ് ആൻഡ് മോയ്സ്ചറൈസിങ്. ഈ ക്ലെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫേസ് വാഷ് ഉപയോഗിക്കാം. ടോണിങ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ടോണർ ഉപയോഗിക്കാം. ആൻഡ് മോയ്സ്ചറൈസർ ആണെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ന്യൂട്രിഡർമോ വോവോ ഏതെങ്കിലും മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം ഞാൻ പറയുന്നത് എന്താണ്, നിങ്ങൾ ഏതൊരു സാധനം നിങ്ങളുടെ മുഖത്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പാച്ച് ടെസ്റ്റ്, ഈവൻ ദോ ഫേസ് വാഷ് ആണെങ്കിലും, ഫേസ് വാഷ് ആണെങ്കിലും, കാരണം നമുക്കത് അലർജിക് ആണോ എന്ന് എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത പോലെ ചെയ്തിട്ട് സ്കിന്നിലോട്ട് ആപ്ലിക്കേഷൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതാണ്. ഇനി സിറം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ CTMൽ എവിടെയാണ് സിറം ഉപയോഗിക്കേണ്ടത് ചോദിക്കും. ക്ലെൻസിങ്, മുഖമൊക്കെ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞ് ടോണറൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം സിറം ഉപയോഗിക്കാം. എന്നിട്ട് അത് ലോക്ക് ചെയ്യാൻ വേണ്ടി മോയ്സ്ചറൈസർ ചെയ്യുക. ഓക്കെ, അങ്ങനെയും നമുക്ക് ചെയ്യാം. ഇത് മാത്രമല്ല, മോയ്സ്ചറൈസറിന് ശേഷം സൺസ്ക്രീൻ എന്ന് പറഞ്ഞൊരാളുണ്ട്, അത് അവൻ മസ്റ്റാണ്. ഓക്കെ, അവൻ മസ്റ്റാണ് നിങ്ങൾ ഉപയോഗിക്കാം. ഈ മഴക്കാലം ആണെങ്കിൽ ചിലർ വരും, മഴയത്തൊക്കെ എന്തിനാണ് സൺസ്ക്രീൻ ഇടുന്നത്? മഴയത്താണെങ്കിലും ഡേ ടൈം ആണല്ലോ, ഒരു നൈറ്റ് അല്ലല്ലോ. നൈറ്റ് ആണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, കാരണം UV ലൈറ്റ്സ്, റേഡിയേഷൻസ് ഒരുപാടുണ്ട്. അപ്പോൾ യൂസ് ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ്. സൺസ്ക്രീൻ നിങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാതെ ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല ഫേസ് പാക്സ്, ഈ മഞ്ഞൾ, പിന്നെന്താണ് രക്തചന്ദനം. ഇപ്പം നല്ല രക്തചന്ദനമൊക്കെ കിട്ടുമെന്ന് അറിയില്ല. പണ്ടൊക്കെ നമ്മൾ അങ്ങാടി കടയിൽ നിന്ന് കട്ടയ്ക്ക് കിട്ടും, ഇപ്പോഴും കിട്ടുമായിരിക്കും കേട്ടോ. അപ്പം ഇപ്പോഴും കിട്ടുമായിരിക്കും. കട്ടയ്ക്കാണ് കിട്ടുന്നത്. ഇപ്പം കൂടുതലും പൊടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം ഞാൻ ചോദിച്ചു നോക്കിയിട്ടൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കൂടുതലും ഉപയോഗിക്കേണ്ടതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ മാത്രമല്ല, ഇപ്പോൾ എനിക്കും ഒരു പ്രോഡക്റ്റിനെ പറ്റിയും അല്ലെങ്കിൽ എന്താണ് കംപ്ലീറ്റ്ലി പറഞ്ഞ് ഒരാൾ നിങ്ങൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം ഐ എം നോട്ട് എ ഡോക്ടർ. ഞാനൊരു ഡോക്ടറല്ല, എന്താണ് ഒരു ഡെർമറ്റോളജിസ്റ്റ് അല്ല, അല്ലെങ്കിൽ മെഡിക്കലിൽ വർക്ക് ചെയ്യുന്ന ഒരാളല്ല. ഞാനൊരു പ്രൊഫഷണൽ ബ്യൂട്ടി അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ല. എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ലാത്തത് കൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ എനിക്ക് യൂസ് ചെയ്യുന്നത്, എൻ്റെ സ്കിന്നിൽ പിടിക്കുന്നത്, എനിക്ക് സ്യൂട്ടബിൾ ആവുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ പറഞ്ഞു തരുന്നത്. പിന്നെ മാത്രമല്ല, എന്താണ് ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഏത് പ്രോഡക്റ്റ് ഉപയോഗിച്ചാലും എന്താണ് ആലോചിച്ച് ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്, ഉപയോഗിക്കാൻ ഒരു പേടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. നിങ്ങളുടെ സ്കിന്നിലുള്ള പ്രോബ്ലം തീർക്കുക. അല്ലാതെ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സ്കിൻ കെയർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ സ്കിന്ന് കുറച്ചുകൂടി നന്നായിട്ടിരിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, നല്ല ഡയറ്റ് എടുക്കുക. പുറത്തുനിന്നുള്ള ഫുഡ് കംപ്ലീറ്റ് ഒഴിവാക്കുക, നല്ല ഡയറ്റ് എടുക്കുക. ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, വാട്ടർ തെറാപ്പിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും, അതിനെപ്പറ്റിയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് അതിലൂടെ പറയാം കുറച്ച് കൂടുതലായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ വാട്ടർ തെറാപ്പി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ, അടിപൊളിയാണ്, ഒരു രക്ഷയുമില്ല. അതിൻ്റെ കുറച്ച് റൂൾസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയത് ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ഇടാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കിൻ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിരിക്കും. നമ്മുടെ ഓയിലി ഫുഡും ജങ്ക്സ് തന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ പകുതി നമ്മുടെ 50% ബോഡി ക്ലിയർ ആണ്. ഇനി അടുത്തത്, അപ്പോൾ സ്കിൻ കെയർ നിങ്ങൾക്ക് മനസ്സിലായാലും ഇത് ഇന്ന കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചാൽ നിങ്ങളുടെ സ്കിന്ന് നല്ല അടിപൊളിയായിട്ടിരിക്കും, നിങ്ങളുടെ ഉള്ള നിറം മെയിൻറ്റെയിൻഡ് ആയിട്ടും പോകും. ഇനി അടുത്തത് എന്ന് പറയുന്നത് സ്കിൻ ബ്രൈറ്റനിങ് ആണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ സ്കിൻ ബ്രൈറ്റനിങ്ങിന് പ്രധാനമായിട്ടും ഈ സ്കിൻ ബ്രൈറ്റനിങ് ഇപ്പോൾ പറഞ്ഞു തന്നത്, ഈ സ്കിൻ ബ്രൈറ്റനിങ്ങിന് പ്രധാനമായിട്ടും എന്താണ്, നിങ്ങൾ ഈ വൈറ്റനിങ് ക്രീംസിൻ്റെ പുറകെ പോകാതെ ഇരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ബ്രൈറ്റനിങ് ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്ലൂട്ടാത്തയോൺ ഇഞ്ചക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഈ ലോക്കൽ ക്രീംസ് അല്ലെങ്കിൽ ചീപ്പായിട്ടുള്ള ക്രീംസൊക്കെ ഈ വൈറ്റനിങ്ങിൻ്റെ ഇങ്ങനെ വെളുപ്പിൻ്റെ പുറകെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പം എല്ലാവരും ഇത് വരുമ്പോൾ എല്ലാവരും പറയും പിന്നെ മേക്കപ്പ് ഒക്കെ ഇടുന്നത്, അതൊക്കെ ഓരോരുത്തരുടെ കോൺഫിഡൻസ് ആണ്. മേക്കപ്പ് ഇടുന്നതും സ്കിൻ കെയർ ചെയ്യുന്നതും അതൊക്കെ ഓരോരുത്തരുടെ കോൺഫിഡൻസ് ആണ്, ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. ഓക്കെ, അത് എല്ലാവരും വിളിക്കാൻ വേണ്ടി ഓടി നടക്കുന്നവരല്ല. ഞാൻ പല ബ്യൂട്ടി ബ്ലോഗേഴ്സിൻ്റെ ഒക്കെ കമന്റ് ബോക്സിൽ ഞാൻ ബ്യൂട്ടി ബ്ലോഗേഴ്സിൻ്റെ ഒക്കെ കാണാറുണ്ട് കേട്ടോ.
അവരുടെ കമന്റ് ബോക്സിലൊക്കെ കാണാറുണ്ട്. അവർ സ്കിൻ കെയർ ചെയ്യുമ്പം എന്താണ് സത്യഭാമേ പിന്നെന്താണ് പിന്നെ എന്താ വെളുക്കാനാണോ എന്താണ് കറുപ്പിനെ കുറ്റം പറയുകയാണോ എന്നൊക്കെയുള്ള ടാൻ എന്ന് പറഞ്ഞ പോലും അങ്ങനെയാണ് ചില ആളുകൾ എടുക്കുന്നത്. ഇനി അവരുടെ അർത്ഥം അറിയാത്തതുകൊണ്ടാണോ അതോ വെറുതെ വന്ന് ചെയ്യുന്നതാണോ ഒന്നും അറിയില്ല. അപ്പൊ എന്തായാലും ഇതാണ് കാര്യം. പിന്നെ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് ആദ്യം സ്കിൻ കെയർ ചെയ്യുന്നതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ അടിപൊളിയായിട്ടിരിക്കും, വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടിരിക്കും. ഇപ്പോൾ വൈറ്റനിങ് ക്രീംസിന്റെ പുറകെ പോകാതിരിക്കാം. അതിൽ സ്റ്റെറോയിഡ്സ് നമ്മുടെ മെലാനിനെയൊക്കെ വളരെ നശിപ്പിക്കും, വളരെ 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 നശിപ്പിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചില വൈറ്റനിങ് ക്രീംസ് ഒക്കെ 3 ദിവസം ഇട്ടാൽ വെളുക്കും. എൻ്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് അറിയാവുന്ന ഒരാളുണ്ട്, പുള്ളിക്കാരത്തി ഇട്ട് മുഖമൊക്കെ ഭയങ്കര വൃത്തികേടായി. അയ്യോ, അത് പിന്നെ ഡോക്ടറിനെയൊക്കെ കാണിച്ച് ഒരുവിധം ക്ലിയറായി ഇപ്പൊ വരുന്നതേ ഉള്ളൂ. ഫുൾ ബ്രേക്ക്ഔട്ട്സും കുഴികളും ഒക്കെ ആയി. കാരണം 3 ദിവസം കൊണ്ട് പുള്ളിക്കാരത്തി വെളുത്തു. പക്ഷെ കൈയും കാലും നിറമൊക്കെ അതേ നിറമാണ്, നമ്മുടെ ഉള്ള നിറം ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ അത് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് പോയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായേനെ. ഇത് ആകെപ്പാടെ സ്കിന്ന് പൊള്ളി വല്ലാത്തൊരു അവസ്ഥയിലോട്ടെത്തി. അപ്പൊ ഞാൻ അതാണ് പറയുന്നത്, അതൊരു എന്താണ് നമ്മൾ ഈ കോഷൻ എന്നൊക്കെ എഴുതി കാണിക്കില്ല, അതുപോലെ തന്നെ ഈ സിനിമയിലൊക്കെ അങ്ങനെ എഴുതി കാണിക്കില്ല, അതുപോലെ തന്നെ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്യുക എപ്പോഴും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വെളുക്കാനാണെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് അവരോട് പ്രിഫർ ചെയ്ത് ഗ്ലൂട്ടാതയോണിൻ ഇഞ്ചെക്ഷൻസും അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെ ചെയ്യുക. അല്ലാതെ ഇങ്ങനെയുള്ള ക്രീംസിന്റെ പുറകെ മാക്സിമം പോകാതിരിക്കുക. വെറുതെ പൈസയും പോകും, നമ്മുടെ വെള്ള സ്കിന്നും കൂടെ പോകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുക്കാതിരിക്കുക. അപ്പൊ ഇതാണ് സ്കിൻ കെയറും സ്കിൻ ബ്രൈറ്റനിങ്ങും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഞാൻ ഈ ഡയറ്റ് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, നമ്മുടെ വാട്ടർ തെറാപ്പി, എനിക്ക് വാട്ടർ തെറാപ്പി, നമ്മുടെ ജാപ്പനീസ് വാട്ടർ തെറാപ്പി ഇല്ലേ, അത് ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ മുസ്ലിംസ് ഒക്കെ ചെയ്യുന്ന ഡ്രൈ ഫാസ്റ്റിംഗ് ഇല്ലേ, അതും അടിപൊളിയാണ്. ഇതൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് ചെയ്യേണ്ട രീതികളും ഉണ്ട്, കുറച്ച് റൂൾസും ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് കൺവേ ആയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.